നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. മാതാക്കളിൽ 3-ാം സ്ഥാനമാണ് ഗംഗയ്ക്ക്. ഭഗവാന്റെ വിഭൂതിയാണ് ഗംഗ. ഭാരതത്തിൻ്റെ പ്രാണപ്രവാഹമാണ് ഗംഗാനദി. ഭാരതത്തിൻ്റെ ചരിത്ര സ്മൃതികൾ മുതൽ വർത്തമാന ചിന്തകൾ വരെ ഗംഗാമാതാവുമായി ഇഴപിരിയാതെ വിളക്കിച്ചേർന്നിരിക്കുന്നു. ദർശനം, സ്പർശനം, പാനം, സ്നാനം, കീർത്തനം ഇവ കൊണ്ടെല്ലാം ഗംഗയെ നാം ആരാധിക്കുന്നു. ഗംഗയൊഴുകുന്നിടം ഉത്തമ ദേശമാണെന്നും തപോവനമാണെന്നും മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ നദികളിൽ ഗംഗ മാത്രമല്ല നമുക്ക് മാതാവ്. യമുനയും കാവേരിയും പമ്പയും എല്ലാം നമുക്ക് മാതാവാണ്. നദികളോടെല്ലാം അമ്മമാരോടെന്ന പോലെ ഭക്തിഭാവം പുലർത്തുന്നവരാണ് നമ്മൾ. എല്ലാ നദികളെയും അമ്മയെപ്പോലെ കണ്ട് ആദരിച്ച് ആരാധിച്ച് സംരക്ഷിക്കണമെന്നാണ് ഗംഗാമാതാവ് എന്ന ആർഷസങ്കല്പത്തിൻ്റെ അന്തരാർത്ഥം. 30 മുക്കോടി ദേവന്മാരിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ ഒരു നേട്ടവുമില്ല. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, കരുത്തരായി ജീവിക്കുക. സ്വാമി വിവേകാനന്ദൻ. സന്ധ്യാദീപം. ആത്മീയ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ഉതകുന്ന സൂക്ഷ്മദൃഷ്ടി നേടുന്നതിന് ഗായത്രി മന്ത്രത്തിൽ ദീക്ഷിതനാകുന്ന ചടങ്ങാണ് ഉപനയനം. ബ്രാഹ്മണർക്കല്ല ഉപനയനം നടത്തുന്നത്. ഉപനയനത്തിലൂടെ ബ്രാഹ്മണ്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ എല്ലാവർക്കും അർഹതയുണ്ട്. എന്താണ് ഉപനയനം എന്ന സംശയത്തിന് സ്വാമി ചിദാനന്ദപുരി നൽകുന്ന മറുപടി ഇനി കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബ്രാഹ്മണർക്ക് ഉപനയനം നടത്തുന്നത് എന്തിനാണ് എന്നാണ് ഇവിടെ സംശയം. ബ്രാഹ്മണർക്കല്ല ഉപനയനം നടത്തുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉപനയനത്തിലൂടെയാണ് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരുന്നത്. ഒന്നുകൂടി പറയാം, ബ്രാഹ്മണർക്കല്ല ഉപനയനം നടത്തുന്നത്. ഉപനയനത്തിലൂടെ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്.
ഒരു മനുഷ്യൻ്റെ ക്രമികമായ ജീവിതഗതിയിൽ എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉയർച്ചയ്ക്കും അയാളുടെ പഠനത്തിനാവശ്യമായ ഏകാഗ്രത സമ്പാദിക്കുന്നതിനും കൂടുതൽ സൂക്ഷ്മതയും ശുദ്ധിയും മനസ്സിനും ബുദ്ധിക്കും നേടുന്നതിനും തദ്വാര ശരിയായ ജീവിത വീക്ഷണം കൈക്കൊള്ളുന്നതിനുമൊക്കെ നിശ്ചയമായും ചില ഉപാസനാ പദ്ധതികൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ വിവിധങ്ങളായ ദീക്ഷകളിലൂടെ നമ്മളെ കടത്തിവിട്ടു. വിവിധങ്ങളായ അനുഷ്ഠാനങ്ങളെ നമുക്ക് ഉപദേശിച്ചു. ആ കൂട്ടത്തിൽ ഷോഡശ സംസ്കാരങ്ങൾ നൈമിത്തിക കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. നൈമിത്തിക കർമ്മങ്ങളിലാണ് ഷോഡശ സംസ്കാരങ്ങൾ വരുന്നത്. ഈ ഷോഡശ സംസ്കാരങ്ങളിൽ 16 സംസ്കാരങ്ങളിൽ ഒന്നാണ് ഉപനയന സംസ്കാരം. അവിടെ പ്രായത്തിലുള്ള കുട്ടി താല്പര്യം കൗമാരത്തിന് മുമ്പായിട്ട് ശൈശവത്തിന് ശേഷം കൗമാരത്തിന് മുമ്പിലുള്ള പ്രായത്തിൽ നിശ്ചയമായും ഒരു ഉപാസനയിലേക്ക് പ്രവേശിക്കണം. അതിനായിക്കൊണ്ട് ഗായത്രി മന്ത്രത്തെ ഉപദേശിക്കുന്നു. അച്ഛനോ ഗുരുനാഥനോ ഗായത്രി മന്ത്രത്തെ ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിനനുസൃതമായ കർമ്മങ്ങളുണ്ട്, അഗ്നിഹോത്രമുണ്ട്. ആ അഗ്നിഹോത്രപൂർവകമായിട്ട് ഗുരുനാഥൻ ബാലന് ഗായത്രി മന്ത്രം ഉപദേശിക്കുകയാണ്. ഈ ചടങ്ങാണ് വാസ്തവത്തിൽ ഉപനയനം. ഉപനയനം അടുത്തേക്ക് നയിക്കുകയാണ്. എന്തിൻ്റെ അടുത്തേക്ക്? ശാസ്ത്രത്തിൻ്റെ, ശാസ്ത്ര താല്പര്യത്തിൻ്റെ അരികിലേക്ക്. ഉപനയനം ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിക്കാനുള്ള അധികാരം നേടലാണ്. ആ നിലയ്ക്കും ഉപനയനമാണ്. ഉപനയനം സമീപം കണ്ണിന് ലഭിക്കലാണ്. അനേക അർത്ഥങ്ങൾ പറയാം ഉപനയനത്തിന്. ഇപ്പോൾ ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കാൻ ഉതകുന്ന സൂക്ഷ്മദൃഷ്ടിയെ നേടുന്നതിന് ഗായത്രി മന്ത്രത്തിൽ ദീക്ഷിതനാവുന്ന ചടങ്ങാണ് വാസ്തവത്തിൽ ഉപനയനം. അപ്പോൾ ബ്രാഹ്മണനല്ല ഉപനയനം ചെയ്യുന്നത്, ഉപനയനം ചെയ്ത് ബ്രാഹ്മണനാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബ്രാഹ്മണൻ എന്നതുകൊണ്ട് എന്തെങ്കിലും ജാതി സമുദായം ഉദ്ദേശിക്കരുത്. കാരണം ഉപനയനം ചെയ്ത് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ എല്ലാവർക്കും അധികാരമുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഉപനയനം ചെയ്ത് യജ്ഞോപവീതം അതിൻ്റെ ലക്ഷണമായി ധരിച്ച്, ഇപ്പോൾ യജ്ഞോപവീതം ധരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഗായത്രിയിൽ ദീക്ഷിതനായെന്നാണ് അർത്ഥം, ഗായത്രി സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അപ്പോഴാണ് യജ്ഞോപവീതം പൂണൂല് ധരിക്കുന്നത്. അത് ഉപനയനം ചെയ്തു എന്നുള്ളതിൻ്റെ ബാഹ്യലക്ഷണമാണ്. ആന്തരികമായി ഗായത്രി മന്ത്രത്തെ ഉപാസിക്കുന്നു, ഉപാസിച്ച് ഏകാഗ്രതയും ശുദ്ധിയും കൈവരിക്കുന്നു. ഇവിടെ സാന്ദർഭികമായി ഒന്ന് പറയട്ടെ, ഉപാസനയിലൂടെ ഉയരുന്നതിന് ഗായത്രിയും ഉപനയനവും നിർബന്ധമാണെന്ന് കരുതരുത്. കാരണം മന്ത്രശാസ്ത്രത്തിനനുസരിച്ച് വ്യത്യസ്ത വിധാനങ്ങളുണ്ട്. സാത്വികവും രാജസികവും താമസികവുമായ വ്യത്യസ്ത ഉപാസനാ പദ്ധതികളുണ്ട്. ഗ്രാമ്യങ്ങളും വന്യങ്ങളുമായ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം ശ്രേഷ്ഠങ്ങളാണ്. എല്ലാത്തിലും ഒന്നും ഉപനയനമില്ല. ഉപനയനം ചെയ്താൽ മാത്രമേ, യജ്ഞോപവീതം ധരിച്ചാൽ മാത്രമേ ഒരാൾക്ക് സാധനയിലേക്ക് അധികാരമുള്ളൂ, പ്രവേശമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ആവർത്തിക്കുകയാണ്, ബ്രാഹ്മണനല്ല ഉപനയനം, ഉപനയനം ചെയ്ത് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരുകയാണ്. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പാലക്കാട്
പാലക്കാടിന്റെ ഗ്രാമചൈതന്യങ്ങളുടെ കേദാര ഭൂമികളിലൊന്നാണ് കുനിശ്ശേരി ഗ്രാമം. പാശമോചിനി പാപവിനാശിനി. മലനിരകൾക്ക് താഴെയുള്ള കൃഷിഭൂമികളിലേക്ക് വീശുന്നത് പാലക്കാടിന്റെ സ്വന്തം കാറ്റ് തന്നെ. പാശമോചിനി പാപ. അഗ്രഹാരങ്ങളിലെ രഥോത്സവങ്ങളിൽ ദൈവചൈതന്യം തേരിലേറുമ്പോൾ ഗ്രാമങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ കുമ്മാട്ടിക്കളികളും ആനയും അമ്പാരിയുമായി ഉത്സവങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുകയായി. കേശാഗ്നിം കേശി സൂക്ത സന്നുദേ കേശിദാനവാരി കൃഷ്ണ സോദരി. ഈ ഗ്രാമ നൈർമല്യങ്ങളുടെ ആത്മീയ ചരിത്ര സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും. മോചിനി പാപവിനാശിനി കേശപിംഗളവർണ്ണേ മനോഹരി. ഇവിടെ കുനിശ്ശേരി ഗ്രാമവും ഇവിടുത്തെ മനുഷ്യരും ശ്രീ പൂക്കുളങ്ങര ദേവിക്ക് മുന്നിൽ അവരുടെ സ്വപ്നവും ജീവിതവും സമർപ്പിച്ച് ഉള്ളിൽ കെടാവിളക്കായി സൂക്ഷിക്കുന്നതും മഹത്തായ ഒരു ആത്മീയ പൈതൃകം തന്നെയാണ്. വശ്യമാരണാദി ദോഷനാശിനി വശിന്യാദിദേവതാ പ്രകർഷിണി. വശ്യമാരണാദി ദോഷ. ഈ ആത്മീയ പൈതൃകം തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ആത്മാവിലും പരമാത്മാവിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവും. കാശിദ്വാരകാ കാഞ്ചികർഷിണി. അഭയസ്വരൂപിണിയായ ദേവി തന്റെ ഭക്തരുടെ സംരക്ഷണത്തിനും സാമൂതിരി രാജാവിന്റെ അഹങ്കാരത്തിന്റെ പടയോട്ടത്തിനെ തകർക്കുന്നതിനുമായി ദേവീശക്തി തന്റെ സ്ത്രീജനങ്ങളിലേക്ക് പ്രസാദിപ്പിച്ചു. മധ്യമാവതി പാശമോചിനി. ദേവി അരുൾ ചെയ്തതുപോലെ വലതു കൈയിൽ ചൂലും ഇടതു കൈയിൽ മുറവുമായി ഇവിടുത്തെ സർവ്വ സ്ത്രീജനങ്ങളും തങ്ങളുടെ മണ്ണിനായുള്ള അവസാന പോരാട്ടത്തിനായി സാമൂതിരിയുടെ സൈന്യത്തിനു നേരെ തിരമാലകൾ പോലെ അലറിപ്പാഞ്ഞു. ആർത്തിരമ്പി വരുന്ന പെൺപടയിലെ ഓരോ സ്ത്രീകളെയും ഉഗ്രരൂപിണിയായ ദേവിയെപ്പോലെയാണ് സാമൂതിരിയുടെ സൈന്യം കണ്ടത്. സൂര്യാഗ്നിലോചനേ ശിവേ ഇഷ്ടവർ. ശക്തരായ സൈന്യം യുദ്ധം മറന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ച് തിരിഞ്ഞോടുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദേവിയുടെ മായാപ്രതിഭാസത്തെ അതിജീവിക്കാൻ ആർക്കാണ് കഴിയുക? ഇഷ്ടവരദായികേ ശുഭപ്രദേ ഈശാനാഗ്നി. യുദ്ധത്തിന്റെ പരാജയ കാരണം അന്വേഷിച്ച് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിലെത്തിയ സാമൂതിരി രാജാവിന് പരമാർത്ഥം മനസ്സിലാവുകയും ശ്രീ പൂക്കുളങ്ങര ദേവിയുടെ ശക്തിപ്രഭാവം നേരിട്ടറിയുകയും ചെയ്തു. ഭവേ ശ്രീ കൗശികാദി പൂജിതേ വര. ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായി സമസ്ത അപരാധങ്ങളും ദേവിക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ് തന്റെ രാജചിഹ്നങ്ങളും സർവാധികാരങ്ങളും സാമൂതിരി രാജാവ് ശ്രീ പൂക്കുളങ്ങര ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. പാപവിനാശിനി കേശപിംഗളവർണ്ണേ മനോഹരി. പാശമോചിനി പാപവിനാശിനി കേശപിംഗളവർണ്ണേ മനോഹരി. കേശിദാനവാരി കൃഷ്ണ സോദരി. കേശാഗ്നിം കേശി സൂക്ത സന്നുദേ കേശിദാന. യുദ്ധത്തിൽ ഈ ദേശത്തെ പുരുഷന്മാരെല്ലാം വീരമൃത്യു വരിച്ചതിനാൽ ദേവിയുടെ ആജ്ഞപ്രകാരം അനാഥരായ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി കോലക നാട്ടിൽ നിന്നും 500ഓളം നായർ പടയാളികളെ രാജാവ് ഇവിടേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തി. കുടിയിരുത്തിയ പടയാളികൾ തങ്ങൾ എല്ലാ വർഷവും പതിവായി പങ്കെടുക്കാറുള്ള മാമാങ്കോത്സവം കാണാനുള്ള അനുവാദത്തിനായി രാജസന്നിധിയിൽ അപേക്ഷിച്ചു. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ ചരിത്രമെഴുതിയ മാമാങ്കോത്സവത്തിനു തുല്യമായി
ശ്രീ പൂക്കുളങ്ങര ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിലെ പുണർദം നാളിൽ കുമ്മാട്ടി മാമാങ്കോത്സവം നടത്തുവാൻ രാജാവ് കൽപ്പിക്കുകയും ചെയ്തു. വശിന്യാദിദേവതാ അന്നു മുതൽ എല്ലാ വർഷവും കുനിശ്ശേരിയുടെ ചരിത്ര പെരുമയായി ശ്രീ പൂക്കുളങ്ങര ദേവിക്ക് പ്രസിദ്ധമായ കുമ്മാട്ടി മഹോത്സവം നടത്തിവരുന്നു. പ്രകർഷിണി 3 ദേശക്കാരുടെ ആത്മാവും മനവും ഒത്തുചേർന്നുള്ള മഹത്തായ ഉത്സവമാണ് കുമ്മാട്ടി മഹോത്സവം. ദ്വാരകാ കാഞ്ചികർഷിണി വിശ്വദ്യോതിനി മധ്യമാവതി വിശ്വദ്യോതിനി. നെല്ലിയാമ്പതിയുടെ ഉൾവനങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പാട്ടുമുളകളുമായി ദേവീസ്തുതിയോടെ ഭക്തജനങ്ങൾ വിശാലമായ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി നിവരുമ്പോൾ ഗ്രാമം ഭക്തി നിർഭരമാകുന്നു. മനോഹരി തുടർന്ന് വലിയ മുളകളും കയ്യിലേന്തി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കുന്നു. കണ്ണൂർ പൂജയിൽ ക്ഷേത്രത്തിനു മുന്നിൽ തിങ്ങി നിറഞ്ഞ ഗ്രാമവാസികളോട് ശ്രീ പൂക്കുളങ്ങര ദേവിയുടെ കുമ്മാട്ടി മഹോത്സവത്തിന് എല്ലാവരും എത്തിച്ചേർന്നുവോ എന്ന് ഉറക്കെ ചോദിക്കുന്നതോടുകൂടി കുമ്മാട്ടി മഹോത്സവം തുടങ്ങുകയായി. തുടർന്ന് മുളകൾ വടക്കേത്തറ, തെക്കേത്തറ, കിഴക്കേത്തറ ദേശങ്ങളിലെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നു. ശിവേ ഇഷ്ടവരദായികേ ശുഭപ്രദേ ഈശാനാഗ്നി ലോചനോത്ഭവേ ശ്രീ കൗശികാദി പൂജിതേ വരദേ ഈശാനാഗ്നി ലോചനോത്ഭവേ ശ്രീ കൗശികാദി പൂജിതേ വരദേ. വർഷങ്ങളോളം സാമൂതിരി രാജാവും മങ്ങാട്ടച്ഛനും നേരിട്ട് വന്ന കുമ്മാട്ടി മഹോത്സവങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. കുമ്മാട്ടി മഹോത്സവത്തിന് മുന്നോടിയായി കുനിശ്ശേരിയുടെ ഗ്രാമവഴികളിൽ കുമ്മാട്ടിക്കളി അറിയിച്ചുകൊണ്ട് വിളികൾ മുഴങ്ങുകയായി. പാപവിനാശിനി കേശപിംഗളവർണ്ണേ മനോഹരി. അങ്ങനെ കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ നെല്ല് വിളയാടുന്നതുപോലെ താളങ്ങളുടെയും മേളങ്ങളുടെയും വിളയാട്ടം തുടങ്ങുകയായി. ദേശങ്ങളുടെ ആനന്ദ സംഗമങ്ങളുടെയും നിർമ്മലമായ ആഘോഷങ്ങളുടെയും ദിനങ്ങളാണ് കുമ്മാട്ടി മഹോത്സവം. രാജാവിൽ നിന്നും കാലാന്തരത്തിൽ ക്ഷേത്രത്തിന്റെ സർവാധികാരങ്ങളും ഗ്രാമവാസികളിൽ വന്നു ചേരുകയും അന്നു മുതൽ തങ്ങളുടെ പരദേവതയായ ശ്രീ പൂക്കുളങ്ങര ദേവിയെ 3 ദേശങ്ങളുടെ കെടാവിളക്കായും ദിവ്യ ചൈതന്യമായും കണ്ട് ഗ്രാമവാസികൾ സർവാചാരപ്രകാരമുള്ള പൂജാവിധികളും ഉത്സവങ്ങളും നടത്തിവരുന്നു. പണ്ട് ക്ഷേത്രത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന 110 പറ കൃഷിനിലം വിത്തിറക്കാതെ വിളയിച്ച് കൊയ്തിരുന്ന പുണ്യകാലമുണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ഇന്നും ക്ഷേത്രാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നെല്ല് കുനിശ്ശേരിയുടെ വയലുകളിൽ നിന്ന് ശേഖരിച്ച് ഭക്തർ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ക്ഷേത്ര ഭരണസമിതിയുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ ഭക്തിമാർഗ പ്രവർത്തനങ്ങളും ദേവിയുടെ കടാക്ഷവും കൊണ്ട് ശാന്തസ്വരൂപിണിയായ ദേവീ ദർശനത്തിനായി അന്യദേശത്തു നിന്നു പോലും ഈ ഗ്രാമ പുണ്യ വഴികളിലേക്ക് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് പരമാർത്ഥം. ഗണപതി, ശ്രീ സുബ്രഹ്മണ്യൻ, നാഗങ്ങൾ, ഭൈരവൻ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവത പ്രതിഷ്ഠകൾക്ക് പുറമെ കിഴക്കോട്ട് തിരുനടയായി പ്രത്യേക ശ്രീകോവിലിൽ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ കൂടി ഉള്ളതിനാൽ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തന്മാരും ധാരാളമായി തന്നെ ഇവിടെ എത്താറുണ്ട്.
സ്ഥാനമായി സങ്കല്പിച്ച് വിശ്വസിച്ചു വരുന്ന സ്വയംഭൂ പ്രതിഷ്ഠയുള്ള തെക്കേ മന്നവും അംബ പാഹി പർവത നന്ദിനി. ഇതേ ചൈതന്യം പ്രസരിക്കുന്ന തിരുവളയനാട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ശ്രീ വേട്ടക്കരൻ കാവ്, മുല്ലക്കൽ ക്ഷേത്രം എന്നീ ഉപക്ഷേത്രങ്ങളിലും നിത്യേന ദീപം തെളിയിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നുണ്ട്. സുശോഭിനി പിഞ്ചധര ഭരകേശിനി ഗുഞ്ചഹാരിണി സുശോഭിനി. പൂക്കുളങ്ങര ദേവീക്ഷേത്രം മറ്റു പ്രാചീന ക്ഷേത്രങ്ങളിലേതുപോലുള്ള ശില്പചാതുരികൾക്കപ്പുറം രൂപഭംഗി കൊണ്ട് ചുറ്റമ്പലവും ശ്രീകോവിലുമൊക്കെ സ്നേഹമയിയായ ദേവീ സന്നിധിയിലേക്ക് നമ്മെ വരവേൽക്കുന്നു. ശ്രീ പൂക്കുളങ്ങര ദേവി ദയാമയി, കൃപാമയി, ശാന്തസ്വരൂപിണിയായ നിന്റെ ദർശനം തന്നെ മഹാപുണ്യം. ഗുഞ്ചഹാരിണി സുശോഭിനി പല്ലവധാരിണി പന്നഗവാഹിനി വെല്ലുകതാവക വൈഭവം. പല്ലവധാരിണി പന്നഗവാഹിനി വെല്ലുകതാവക വൈഭവം. ശോകപൂരിത ഭവാബ്ധി നന്ദിനി.